ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം. തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ വസന്തര മുത്തശ്ശീനെയും മൂർത്തി മുത്തശ്ശനെയാണ് കാണിക്കുന്നത്. അങ്ങനെ നമ്മുടെ വസന്തര വല്ലാത്ത വിഷമത്തോടു കൂടി അകത്ത് കയറി വരികയാണ്. വേറൊന്നുമല്ല വസന്തര പറയുന്നത്, എങ്കിലും അസുഖത്തിനൊരു മാറ്റവും ഇല്ലല്ലോ, അത് ഓർക്കുമ്പോഴാ സങ്കടം വരുന്നതെന്ന് പറഞ്ഞപ്പം അതിനാര് പറഞ്ഞു അസുഖത്തിനൊരു മാറ്റവും ഇല്ലെന്ന്? ഞാനൊരു കാര്യം പറയട്ടെ തന്നോട്, തനിക്ക് സന്തോഷം കിട്ടുന്ന ഒരു വാർത്ത തന്നെയാ എനിക്ക് പറയാനുള്ളത്. എന്താ എന്താ അദ്ദേഹത്തിന് പറയാനുള്ളത്? അത് വേറൊന്നുമല്ല, അസുഖം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതാ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അസുഖം മാറിയില്ലെന്ന്. അസുഖം പൂർണ്ണമായിട്ട് മാറിയോ? അതെ, അദ്ദേഹം എന്നെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്ത് പറയുന്നതാണെങ്കിൽ അങ്ങനെയൊന്നും അല്ല വസന്തരെ, നിന്നെ വിഷമിപ്പിക്കണ്ട എന്നോർത്ത് ഞാൻ അസുഖം മാറിയെന്നൊന്നും പറയില്ലല്ലോ. നിനക്ക് എന്നെ അറിയില്ലേ? ദേ, എന്റെ അസുഖം പൂർണ്ണമായിട്ടും മാറിക്കഴിഞ്ഞു. എന്നെ കാർന്ന് തിന്ന ആ ക്യാൻസറിനെ ഡോക്ടറുടെ പൂർണ്ണമായിട്ടും അടർത്തി മാറ്റിക്കഴിഞ്ഞു. ഡോക്ടറല്ല, അയ്യപ്പസ്വാമി പൂർണ്ണമായിട്ടും അടർത്തി മാറ്റിക്കഴിഞ്ഞു എന്ന് വേണം പറയാന്. അല്ല, എന്നിട്ട് ജയന്റെയും ദേവയാനിയുടെ ഒക്കെ മുമ്പിൽ അദ്ദേഹം എന്തിനാ നുണ പറഞ്ഞത്? അത് എന്താണെന്ന് പിന്നെ ഞാൻ പറയാം. ഏതായാലും ഇപ്പൊ ഇത് തൽക്കാലം ഞാനും താനും അതുപോലെ ഡോക്ടറൊക്കെ മാത്രം അറിഞ്ഞാൽ മതി. ഡോക്ടറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ വിവരം ആരോടും പറയാൻ പാടില്ല എന്ന്. എന്തിനാടോ ഈ വിവരം ഇപ്പൊ എല്ലാവരും അറിയുന്നത്? അല്ല, എന്തോ വല്ലാത്തൊരു സന്തോഷം തോന്നുക. ദേവയാനിക്കും ജയനും ഒക്കെ ഭയങ്കര സങ്കടമായി ഇത് കേട്ടിട്ട്. ഇതറിയുമായിരുന്നെങ്കിൽ അവർക്കും സന്തോഷമാവൂലേ? ഇനിയിപ്പം ആദർശ് മോനും സങ്കടമാകും. അയ്യപ്പസ്വാമിനെ കാണാൻ പോയി തിരിച്ചു വരുമ്പം എല്ലാം മാറുമെന്ന് വിശ്വസിച്ച അവനിരുന്നത്. എന്നിട്ട് ഡോക്ടറിനെ പോയി കണ്ടപ്പം വീണ്ടും അസുഖത്തിന് ഒരു മാറ്റവും ഇല്ല എന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാൽ അത് അവന് വിഷമാവൂലേ? എടോ, കുറച്ച് വിഷമം സഹിച്ചോട്ടെ. ഈ കുറച്ച് വിഷമം അത് നല്ലതിനു വേണ്ടിയായെന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും നമ്മളെ പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്ന മക്കളല്ല ഇപ്പൊ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. നമ്മൾ എന്തു പറഞ്ഞാലും ചെയ്യുന്ന മക്കളുമല്ല നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അവർ വളർന്നു വലുതായി, അവരുടേതായ തീരുമാനങ്ങളുണ്ട് അവർക്ക്. അതുകൊണ്ട് തന്നെ നമ്മുടെ വഴിക്ക് അവരെ കൊണ്ടുവരണമെങ്കിൽ ഈ ഒരു കാര്യം അത് ഇവിടെ കിടന്നേ പറ്റൂ. എൻ്റെ ആ അസുഖം മാറി എന്നറിഞ്ഞാൽ എനിക്ക് വേണ്ടി അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല. ഇതിപ്പം എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ അവർ ചെയ്യും. കാരണം ഞാൻ എന്തെങ്കിലും വാശി പിടിക്കുകയാണെങ്കിൽ അത് അവർ അംഗീകരിക്കും. ഇപ്പം അതാ നമുക്ക് വേണ്ടത്. നയനമോളെ നമുക്ക് തിരിച്ചു കൊണ്ടുവരണ്ടേ? ദേവയാനിയുടെയും നയനമോളുടെയും ആ ഒരു എന്താ പറയാ, ദേഷ്യമൊക്കെ മാറ്റണ്ടേ? അവരെ തമ്മിൽ ഒന്നിപ്പിക്കണ്ടേ? അപ്പം ഇത് അതിനു വേണ്ടിയാണെന്ന് താൻ കൂട്ടിക്കോ, അല്ലാതെ വേറൊന്നിനു വേണ്ടിയല്ല. ചില കള്ളങ്ങൾ അത് പറയുന്നത് നല്ലതാ. നല്ലതിനു വേണ്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ആ കള്ളങ്ങൾ നമ്മൾ പറയുന്നത് കൊണ്ട് ഒരു ദോഷവും നമുക്കുണ്ടാകാൻ പോകുന്നില്ല. എങ്കിലും ഈ അസുഖം മാറിയിട്ട് വീണ്ടും അസുഖം എന്നൊക്കെ പറയുന്നത് അത് ദൈവത്തിന് പൊറുക്കാത്ത പരിപാടിയല്ലേ? അത് നമ്മൾ ചെയ്യുന്നത് മോശമല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിനൊരു മോശവുമില്ലടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ നല്ലതിന് വേണ്ടിയാ ഇത് ചെയ്യുന്നത്. അപ്പൊ പിന്നെ ദൈവം അത് മോശമായിട്ടൊന്നും കാണില്ല. അയ്യപ്പസ്വാമി ഇത്രയും കാത്തു രക്ഷിച്ചില്ലേ, ഇനി അങ്ങോട്ടേക്ക് അയ്യപ്പൻ തന്നെ കാത്തു രക്ഷിച്ചോളും. താന് ഈ കാര്യം ആരോടും പറയരുത്. പിന്നെ ആദർശ് മോനോ അതോ ഇനിയിപ്പോ ജയനോ ഒക്കെ വല്ലോ ഡോക്ടറെ വിളിക്കുമ്പം ഡോക്ടർ അസുഖത്തിന്റെ കാര്യം അവരോട് പറഞ്ഞോളും. ഡോക്ടർ ഒരിക്കലും അസുഖം ഭേദമായി എന്ന് അവരോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് താൻ ടെൻഷൻ ഒന്നും അടിക്കണ്ടോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ. ഏതായാലും ഈ ഒരു സീൻ കഴിഞ്ഞ് കാണിക്കുന്നത് നമ്മുടെ ദേവയാനിനെയും ജയനെയാണ്. അങ്ങനെ ദേവയാനി ജയനോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? നിങ്ങളൊന്ന് പറ. ഞാൻ എത്ര തവണ നിങ്ങളോട് ചോദിച്ചു, ആരാ എനിക്ക് കരൾ തന്നത്? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി. എനിക്കിപ്പം വേറെ ഒന്നും അറിയണ്ട. താൻ എന്താടോ ഇങ്ങനെ ആവർത്തിച്ച് ചോദിക്കുന്നത്? പറഞ്ഞല്ലോ, അവർക്ക് പറയാൻ ഇഷ്ടമല്ല, അവര് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ഞാനിത് പേര് വെളിപ്പെടുത്തി പുറത്തൂടെ പറഞ്ഞൊന്നും നടക്കുന്നില്ലല്ലോ. ജയേട്ട, ഒന്ന് മനസ്സിലാക്ക്, എൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്ക്. അവൾ എനിക്ക് കരൾ തന്നു, എനിക്ക് ജീവൻ തന്ന അവളെ എനിക്ക് കാണാനുള്ള അർഹതയില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത്? എല്ലാവരും എന്നിൽ നിന്നും എന്തൊക്കെയോ മറച്ചു വെക്കുക. അതാരാ? സത്യം പറ. അല്ല, അവളുടെ പേര് നയന എന്നാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ജയൻ ഞെട്ടിപ്പോയി കേട്ടോ. ഈ സത്യമെല്ലാം നമ്മുടെ ദേവയാനി അറിഞ്ഞോ എന്നായിപ്പോയി. അപ്പോഴത്തേക്കും ജയൻ പറഞ്ഞു, അത് പിന്നെ എനിക്കറിയാം അവളുടെ പേര് നയന എന്നാണെന്ന്. അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ആദർശ് മോനാണോ ആരോ അങ്ങനെ എനിക്ക് പറയുന്നത് പോലെ തോന്നി. അപ്പം എനിക്ക് മനസ്സിലായി നയനാന്ന് പേരുള്ള ഏതോ ഒരു പെൺകുട്ടി തന്നെയാണെന്ന്. അല്ല, നയനാന്ന് പേരുള്ള പെൺകുട്ടിയാണ് നിനക്ക് കരൾ തന്നതെന്ന് അറിയുമ്പോൾ എനിക്കറിയാം നിനക്ക് ദേഷ്യം ഉണ്ടാകുന്നു. നയന എന്നുള്ള പേര് കേട്ടാൽ നിനക്ക് ദേഷ്യമാണല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ അതൊന്നും പറയാതിരുന്നത്. അപ്പോഴത്തേക്കും ദേവയാനി പറഞ്ഞു, നയന എന്നുള്ള പേര് കേട്ടാൽ എനിക്ക് ദേഷ്യമൊക്കെ ആയിരുന്നു, പക്ഷേ കരൾ തന്നു
കരള് തന്നു എന്ന് പറയുമ്പം ആ പേരുള്ള പെൺകുട്ടീനെ ഞാൻ അകറ്റി നിർത്തുവോ? ഒരിക്കലും ഇല്ല. ഇപ്പം ആ പേരിനോട് എനിക്ക് ബഹുമാനവും സ്നേഹവും മാത്രമേ ഉള്ളൂ. ഇതാണോ വേണ്ടത്? പതിയെ പതിയെ എല്ലാം ഇതുപോലെ മാറ്റണം. നേരത്തെ നയനാന്ന് കേട്ട പൊട്ടിത്തിരിച്ചുകൊണ്ടിരുന്ന താനാണല്ലോ ഇപ്പൊ ആ പേര് കേട്ടപ്പോഴത്തേക്കും മിണ്ടാതെ എന്താ സന്തോഷത്തോടു കൂടി ആ പേരിനെ ബഹുമാനിച്ചു നിൽക്കുന്നത്. അതുപോലെ പതുക്കെ പതുക്കെ എല്ലാം മാറ്റണം. എല്ലാം മാറ്റണം എന്ന് പറഞ്ഞാല് ആ പേരിനെ സ്നേഹിക്കുന്നത് പോലെ നയന എന്ന് പറയുന്ന എന്റെ മരുമകളെയും സ്നേഹിക്കണം എന്നാണോ ഇപ്പൊ ജയേട്ടൻ പറഞ്ഞു വരുന്നത്? അതൊരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറഞ്ഞല്ലോ, എന്റെ ആ ജന്മ ശത്രു അവള്. എന്നെ ഈ അവസ്ഥയിൽ എത്തിച്ചത് അവളാ. അതുകൊണ്ട് തന്നെ അവൾക്ക് യാതൊരു ഇത് ഞാൻ കൊടുക്കില്ല. അവളെ ഞാൻ സ്നേഹിക്കില്ല. എന്റെ മരുമകളായിട്ട് ഞാൻ അംഗീകരിക്കില്ല. എനിക്ക് കരള് തന്നൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവളെ വേണമെങ്കിൽ ഞാൻ എന്റെ മകളായിട്ട് അംഗീകരിക്കും. എനിക്കുള്ള സ്വത്തുക്കളെല്ലാം ഞാൻ എഴുതി വെക്കും. ഇതിലും ഭേദം അതാണല്ലോ നല്ലത് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ജയം പറയാണ്, താൻ ഇതുവരെ താൻ ഇതുവരെ എന്തോ മനസ്സിലാകാത്തത് നയനയെ. നീ എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല? ഞാനൊരു കാര്യം പറയാം ദേവയാനി, നീ നയനയെ മനസ്സിലാക്കണം. നീ നയനയെ മനസ്സിലാക്കിയാൽ മാത്രമേ നിനക്ക് നയനയിലുള്ള നന്മ തിരിച്ചറിയാൻ സാധിക്കത്തുള്ളൂ. ഓ, നിർത്തുന്നുണ്ടോ? നയനപുരാണം. ഇപ്പൊ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയമില്ല. ഞാൻ കണ്ടുപിടിക്കും. എങ്ങനെയാണെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. നോക്കിക്കോ, എല്ലാവരോടും ആവർത്തിച്ച് ചോദിച്ചിട്ടും ആരും പറയുന്നില്ല എനിക്ക് കരള് തന്ന പെൺകുട്ടി ആരാണെന്ന്. നയന എന്നുള്ള പേരുള്ള പെൺകുട്ടിയാണെന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അത് ഏത് നയനയാണെന്നോ അവൾ എവിടെയുള്ളവളാണെന്നോ ഒന്നും പറയുന്നില്ല. പക്ഷെ ഈ ദേവയാനി ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചത് തന്നെയാ. അത് കണ്ടുപിടിച്ചിട്ടേ ദേവയാനി അടങ്ങത്തുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും ഈ നയനെ ആരാണെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് വെല്ലുവിളിച്ച് നമ്മുടെ ദേവയാനി അവിടെ നിന്ന് മാറുന്നത്. ജയന് വല്ലാത്തൊരു പേടിയും പരിഭ്രമവും ഒക്കെ ഉണ്ട്. ഈ ദേവയാനിയുടെ വാശി നന്നായിട്ട് അറിയാലോ ജയന്. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് നമ്മുടെ അനാമികേനെയാണ് കേട്ടോ. അപ്പൊ അനാമിക ഫോണിലൊക്കെ കുത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്ക് രേവതി വന്നിട്ട്, നീ ഇങ്ങനെ മൊബൈലിലും കുത്തിപ്പിടിച്ച് ഇരുന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാ ശരിയാവുന്നത്? നീ അനിയെ വിളിക്കുക. അതെന്തിനാ ഞാൻ വിളിക്കുന്നത്? അവൻ മലയ്ക്ക് പോയിട്ട് വന്നിട്ട് എന്നെ വിളിച്ചോ? എന്നെ ഒന്ന് വന്ന് കണ്ടോ? അവൻ മലയ്ക്ക് പോയിട്ട് വന്നെന്റെ പ്രസാദം ഇവിടെ കൊണ്ടുവന്ന് തരായിരുന്നല്ലോ. എടി, ഞാനും അച്ഛനും മലയ്ക്ക് പോയപ്പം അനീനെ ഒന്ന് വിളിക്കണമെന്ന് മാറിയും തിരിഞ്ഞും പറഞ്ഞിട്ട് നീ വിളിച്ചോ? ഇല്ലല്ലോ. പിന്നെ എന്നെ അടിച്ചവളെ നോവിക്കാൻ ഇതുവരെ അച്ഛന് പറ്റിയിട്ടില്ലല്ലോ. വെറുതെ കുറെ പൈസ കൊണ്ട് കളഞ്ഞു. അതിനപ്പുറം ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ. മോളെ, നീ ആരെയും വിളിക്കണ്ട. നിന്നെ ഞാൻ നിർബന്ധിക്കുന്നുമില്ല. പക്ഷെ നീ ഒരു കാര്യം ചെയ്യ, അങ്ങോട്ടേക്ക് ചെല്ല്. നീ ഇപ്പം അവിടെ ചെന്നിട്ട് മുത്തശ്ശനെയും ഒക്കെ ഒന്ന് തിരക്ക്. അതുപോലെ തന്നെ ആ ദേവയാനിയില്ലേ, ആ ദേവയാനീനെ ഒന്ന് വിളിക്കുക. ദേവയാനീനെ വിളിച്ചിട്ട് സുഖമാണോ എന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ, ഈ അനിയെക്കുറിച്ചും 2 കുറ്റങ്ങളൊക്കെ പറയണം. അപ്പൊ എന്ത് ചെയ്യും അവര്? അനിയെ എന്തെങ്കിലുമൊക്കെ പറയും. പിന്നെ റെക്കമെൻഡ് ചെയ്തിട്ട് എന്നെ ആരും വന്ന് വിളിക്കണ്ട. എന്റെ പൊന്നമ്മ, എനിക്ക് തോക്കാൻ വയ്യ. തോക്കാതെ ജയിച്ചോണ്ടിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യമൊന്നും നടക്കില്ല. നീ അത് ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുക. നീ അവിടെ നിന്ന് പിണങ്ങി പിരിഞ്ഞ് സ്ഥിരമായിട്ട് ഇവിടെ വന്ന് നിന്നാലേ അവർക്ക് കുഴപ്പമൊന്നുമില്ല, ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എനിക്ക് ഇനിയും നല്ല നല്ല പെൺകുട്ടികളെ കിട്ടും, അറിയാലോ. അല്ലെങ്കിൽ നീ പോയ ഗ്യാപ്പില് ആ നന്ദു നുഴഞ്ഞു കയറും അനന്തപുരി തറവാട്ടില്, അങ്ങനെ സ്ഥാനം പിടിക്കും. അങ്ങനെ ഒരു അവസരം കാത്തിരിക്കുക അവൾമാരെല്ലാരും കൂടെ ചേർന്ന്. ആ ഒരു അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണോ? അതൊക്കെ ഒഴിവാക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. നമ്മളല്ലേ ഇതൊക്കെ നോക്കേണ്ടത്. എനിക്ക് നിന്നെ ഭാര്യയായിട്ട് നിലനിർത്തേണ്ട ഒരാവശ്യവുമില്ല. പക്ഷെ നമ്മുടെ കടവൊക്കെ തീർന്ന് നമ്മളൊന്ന് നിവർന്ന് നിൽക്കുന്നത് വരെ അനിയെ നമുക്ക് ആവശ്യമുണ്ട്. നീ ഒന്ന് സ്നേഹിക്കുന്നതായിട്ട് അഭിനയിക്കുക. എങ്കിൽ പിന്നെ ശരി, ഞാൻ വല്യമ്മേനെ ഒന്ന് വിളിക്കാം. അവരിപ്പോ പഴയ പോലെ എന്നെ വിളിക്കാറൊന്നുമില്ല. ഇനിയിപ്പോ അവര് മാറിയോന്നൊന്നും അറിയില്ല. ഏതായാലും ഞാൻ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക നേരെ ദേവയാനിയെ വിളിക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ആദർശിനെയാണ് കാണിക്കുന്നത്. അങ്ങനെ ആദർശിന്റെ അടുത്തേക്ക് നമ്മുടെ ദേവയാനി വന്നിട്ട് ചോദിക്കുക, അതെ, അനാമിക പോയിട്ട് എത്ര ദിവസമായി എന്നറിയോ? എന്താ അവളെ വിളിച്ചോണ്ട് വരാൻ നീ പറയാത്തത്? അമ്മേ, അവൾ ഇവിടുന്ന് വഴക്കിട്ടാണല്ലോ പോയത്. അവക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമില്ല. ആ സ്ഥിതിക്ക് ഞാൻ എങ്ങനെയാ വിളിക്കുന്നത്? ഓ, നിനക്ക് നിന്റെ ഭാര്യനെ വിളിച്ചോണ്ടൊരു വലിയ താല്പര്യമാണല്ലോ. അതിനുവേണ്ടി നീ എന്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. പക്ഷെ നീ എന്തുകൊണ്ട് അനിയോട് പറയുന്നില്ല? പിന്നെ എന്താ നീ അനിയുടെ കാര്യം പരിഗണിക്കാത്ത? അനാമിയെ കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ പ്രശ്നമാവില്ലേ? അപ്പൊ നമ്മുടെ ജാനകി വന്നിട്ട് പറഞ്ഞു, അവൻ പറയില്ലല്ലോ. അനാമിയെ ഇവന്റെ ഭാര്യയ്ക്കും ഭാര്യയുടെ ചേച്ചിക്കും ഒന്നും ഇഷ്ടമല്ലല്ലോ. അതുകൊണ്ട് ഒരു കാരണവശാലും അനിയോട് ഇവനൊന്നും പറയാൻ പോകുന്നില്ല. ഇളയമ്മ, എന്താ ഇളയമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഒരിക്കലും ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. എനിക്ക് താല്പര്യമില്ല അനാമികനെ വിളിച്ചോണ്ട് വരാൻ വേണ്ടി. കാരണമുണ്ട്. അവളുടെ സംസാരവും പ്രവൃത്തിയൊക്കെ അങ്ങനെയാണല്ലോ. ഏതൊരാണിനും ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലാണോ? അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അല്ല, അനിയുടെ ദാമ്പത്യം ഇല്ലാതാക്കിയിട്ട് നിനക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ ആദർശ്? ഇവിടെ ആർക്കെങ്കിലും ജീവിക്കാൻ പറ്റുമോ അവന്റെ ദാമ്പത്യം നശിപ്പിച്ചിട്ട്? അതുകൊണ്ടാ പറഞ്ഞത്.
അവനും നീയും തമ്മിൽ എനിക്ക് ഒരു വ്യത്യാസമില്ല. രണ്ടുപേരും എന്റെ മക്കള് തന്നെയാ. അവര് തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പറഞ്ഞ് തിരുത്തി അനിയെ മാറ്റിയെടുക്കേണ്ടത് നിന്റെ കടമയാ. അപ്പൊ നിനക്ക് അത് ചെയ്യത്തില്ലേ? അപ്പൊ ജാനകി പറഞ്ഞു, സാധാരണ ഓരോരോ പെൺകുട്ടികൾ വീട്ടിലേക്ക് വരുമ്പോഴാ പെൺകുട്ടികൾ തമ്മിൽ തല്ലുന്നത്. പക്ഷെ ഇവിടെ എന്റെ മോൻ നിന്നെ അനുസരിക്കുന്ന ആളല്ലേ ആദർശെ, അതുകൊണ്ടാ ഇവിടെ ഒന്നും നടക്കാത്തത്. അവനൊരിക്കലും അവന്റെ ഭാര്യ പറയുന്നത് കേട്ടല്ല നടക്കുന്നത്. അനാമികയുടെ വാക്കുകളെക്കാൾ മുൻഗണന കൊടുക്കുന്നത് നിന്റെ വാക്കുകളാ, അതറിയാലോ. പക്ഷെ നീ അങ്ങനെയല്ല. നയന എന്തു പറഞ്ഞാലും നീ അക്ഷരം പ്രതി അനുസരിച്ചുകൊണ്ടിരിക്കുക. അത് പിന്നെ ഇളയമ്മയുടെ മുമ്പിൽ വെച്ചല്ലേ നയനയെ പിടിച്ച് തള്ളിയത്. ആ അനാമിക അവളുടെ അവസ്ഥ പോലും പരിഗണിക്കാതെ. അല്ല, അവക്ക് എന്താ പ്രശ്നം? ഒരു പണിയും ചെയ്യാതെ നീ എടുത്തു കൊടുത്ത വീട്ടിൽ അവളെ സുഖിച്ചു വാഴുമ്പോഴ് എന്താ പ്രശ്നം? അങ്ങനെയുള്ളവളെ പിടിച്ചു തള്ളിയെങ്കില് വ്യക്തമായ കാരണമുണ്ട്. അപ്പൊ നമ്മുടെ ദേവയാനി പറഞ്ഞു, അനി നന്ദുവിനെ കാണുന്ന അനാമികയ്ക്ക് ഇഷ്ടമല്ല മോനെ. അപ്പൊ പിന്നെ അതെന്തിനാ അങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്? അങ്ങനെ അനി വീട്ടിലേക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നോ? അത് പിന്നെ നയനയെ കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോയത്. അതെ, ആയുർവേദ മരുന്ന് മേടിച്ചോണ്ടാ പോയത് ഏടത്തി, നയനയെ കാണാൻ വേണ്ടി. ഇവൻ വേണ്ടതൊക്കെ അവക്ക് എത്തിച്ചു കൊടുക്കുന്നില്ലേ? പിന്നെ എന്തിനാ അതിന്റെ പിന്നാലെ അവൻ പോയത്? അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കേണ്ടത് അനാമികയ്ക്കല്ലേ? ഇതിനൊക്കെ എനിക്ക് നല്ല മറുപടി പറയണമെന്നുണ്ട് ഇളയമ്മ. പക്ഷെ അത് കഴിയാത്തൊരവസ്ഥയിലായിപ്പോയി, അതിന് പറ്റാത്തൊരു അവസ്ഥയിലായിപ്പോയി. ഗതികേട്, അല്ലാതെ എന്താ പറയാ. എന്നെ പോലെ തന്നെ അനി നയനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണമുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഹനി മാത്രമല്ല, അച്ഛനും ഇളയച്ചനൊക്കെ നയനി ജീവനായിട്ട് കരുതുന്നുണ്ടെങ്കിൽ അവൾ അത്രത്തോളം ഈ കുടുംബത്തെ സ്നേഹിക്കുന്നുണ്ട്, ഈ കുടുംബത്തിലുള്ളവരെ സ്നേഹിക്കുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതൊക്കെ തൊട്ടറിഞ്ഞവരാ ഞങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെയാ ഞാൻ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അവളുടെ മഹത്വം എന്താണെന്ന് പറയാൻ പറ്റാത്ത ഗതികെട്ടൊരവസ്ഥയിലായിപ്പോയി. അതുകൊണ്ടാ എന്ത് കേട്ടാലും അതിനൊന്നും മറുപടി പറയാതെ ഞാൻ ഇവിടെ നിൽക്കുന്നത്. അത് മനസ്സിലാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോയിട്ടോ. ഏതായാലും വീണ്ടും ദേവയാനിക്ക് ഒരു സംശയം. ദേവയാനി ഇങ്ങനെ ആലോചിച്ച് നിൽക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ ജാനകി പറഞ്ഞു, ഒന്നുമല്ല, എന്റെ മോനൊരു നല്ല ജീവിതം കിട്ടരുത്, അതുകൊണ്ട് തന്നെ. അവൻ അങ്ങനെ ചിന്തിക്കുവോ ജാനകി? ഇപ്പൊ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്. അതെനിക്ക് ഉറപ്പാ. എന്റെ മകനൊരു ജീവിതം കിട്ടുന്നത് ആർക്കും ഇഷ്ടമല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് അങ്ങ് പോവുകയാണ്. അപ്പൊ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിക്കുക, ഇപ്പൊ ആദർശ് പോയത് അനിയുടെ അടുത്തായിരിക്കും. അനിയോട് ഇപ്പൊ അവൻ എന്തെങ്കിലും പറയും. അപ്പൊ മിക്കവാറും അതിനകത്ത് ഞാൻ അന്വേഷിക്കുന്ന എന്തെങ്കിലും കാണും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശും അനിയും കൂടെ സംസാരിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ ദേവയാനി പോവുകയാണ്. അപ്പൊ പിന്നെ കാണിക്കുന്ന സീൻ നമ്മുടെ ആദർശ് ആദ്യം അവിടെ ചെല്ലണമല്ലോ. അപ്പൊ ആദർശ് ചെല്ലുകയാണ് നമ്മുടെ അനിയുടെ അടുത്തേക്ക്. അങ്ങനെ ആദർശ് അനിയുടെ അടുത്തേക്ക് ചെന്നിട്ട് നമ്മുടെ ആദർശ് അനിയോട് പറയാ, എടാ നീ ഇവിടെ കവിത എഴുതിക്കൊണ്ടിരിക്കാതെ പോയി നിന്റെ ഭാര്യനെ വിളിച്ചോണ്ട് വാ, കൂട്ടിക്കൊണ്ട് വാ. ആദ്യം ഏടത്തിനെ വിളിച്ചോണ്ട് വാ, എന്നിട്ട് മതി. എനിക്ക് അവളെ വിളിക്കാനൊന്നും ഇല്ലല്ലോടാ. അങ്ങോട്ട് പോയാലും അവളെ കാണാം, അവിടെ പോയി 1-2 തവണ താമസിക്കാം. പക്ഷെ നീ അതുപോലെ ഒന്നും ചെയ്യുന്നില്ലല്ലോ. നിന്റെ ഭാര്യനൊന്നും ഫോൺ വിളിക്കുന്നില്ലല്ലോ. എന്റെ ഏട്ടാ, ഞാൻ പറഞ്ഞല്ലോ, എന്റെ ദുരന്തമാണ് അനാമിക എന്ന എന്റെ ഭാര്യ. അവൾ എന്റെ ഭാര്യ എന്ന് പറയാൻ പോലും എനിക്ക് ഒട്ടും താല്പര്യമില്ല. എനിക്ക് നന്നായിട്ട് അറിയാടാ അനാമികയുടെ സ്വഭാവം. പക്ഷെ നിന്റെ കുടുംബജീവിതം തകരുന്നതിൽ നിന്നെക്കാളും വേദനയായി എനിക്ക് മറ്റുള്ളവർക്കും ഒക്കെ ഉള്ളത്. അതെന്താ നീ മനസ്സിലാക്കാത്തത്? ഏട്ടൻ ആദ്യം ചെയ്യേണ്ടത് വല്യമ്മ വിളിച്ചോ ഇല്ലയോ എന്ന് നോക്കാതെ ഏടത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരുവാ ചെയ്യേണ്ടത്. അതാദ്യം ചെയ്യ്. അല്ലാതെ എന്നെ ഇങ്ങനെ ഇതിനൊന്നും നിർബന്ധിക്കരുത് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവയാനി ഇതെല്ലാം മാറി നിന്ന് കേൾക്കുകയാണ് കേട്ടോ. അപ്പോഴത്തേക്കും ദേവയാനി ഇത് മാറി നിന്ന് കേൾക്കുകയാണ്. ആ ഒരു സമയത്ത് തന്നെയാണ് നമ്മുടെ അനി പറയുന്നത്, ഏട്ടാ ഒരു കാര്യം ഏട്ടൻ എപ്പോഴും ഓർക്കണം. ഏടത്തി നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചെയ്തത് വേറെ ആരും ചെയ്യാത്ത ഒരു ഉപകാരമാണ്. അത് മനസ്സിലാകാത്തത് കൊണ്ടാ വല്യമ്മ ഏടത്തിനെ ഇങ്ങനെ മാറ്റി നിർത്തിയേക്കുന്നത്. അത് നമുക്കറിയാലോ. അപ്പൊ പിന്നെ നമ്മൾ ആ കാര്യം നോക്കണ്ടേ, നമ്മൾ അത് ചെയ്യണ്ടേ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദർശ് പറയുന്നുണ്ട്, ഇവിടുത്തെ പ്രശ്നം അതൊന്നുമല്ല, നീ എത്രയും പെട്ടെന്ന് അനാമികനെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്റെ അമ്മ ഏറ്റവും കൂടുതൽ കുറ്റപ്പെടുത്തുന്നത് തന്നെയാ. അത് നീ മനസ്സിലാക്ക. എന്റെ അമ്മ ഇപ്പൊ പഴയതുപോലെ ഒന്നുമല്ല. അമ്മയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മരുമകൾ വന്നതിൽ പിന്നെ അതെനിക്ക് നന്നായിട്ട് അറിയാം. അത്രത്തോളം അവളും അമ്മയുടെ മനസ്സിൽ വിഷം കുത്തി നിറച്ച് വെച്ചിരിക്കുക. ഇപ്പം അവള് പറയുന്നത് കേട്ടാ എന്റെ അമ്മ നടക്കുന്നത്. ആദർശേ, ഞാനൊരു കാര്യം തറപ്പിച്ചു പറയാ, നീ ഒരു കാരണവശാലും നന്ദുവിനെ കാണാൻ ആ വീട്ടിലേക്ക് പോകരുത്. ഏട്ടാ, ഞാൻ നന്ദുവിനെ കാണാനല്ല പോകുന്നത്, ഏടത്തിനെ കാണാനല്ലേ ഞാൻ പോകുന്നത്. അതിനിപ്പം വേറെ ആർക്കും എന്തെങ്കിലും പറയാൻ എന്താ പ്രശ്നമുള്ളത്? അവിടെ ആർക്കാ പ്രശ്നമുള്ളത്? ഏട്ടനും അങ്ങനെ പറയരുത് ഒരിക്കലും, ഇനി ഏടത്തിനെ കാണാൻ പോകരുത് എന്ന്. നീ അവിടെ പോകുന്നത് കൊണ്ട് എന്തൊക്കെ പ്രശ്നം ഈ വീട്ടിലുണ്ടാകുന്നത് നിനക്കറിയാലോ. അനാമിക അവളുടെ വീട്ടിൽ പോയി നിൽക്കുന്നതും ഈ ഒരു പ്രശ്നം കാരണമല്ലേ. അവള് വരയ്ക്കുന്ന വരയല്ലേ നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏട്ടാ, എനിക്ക് പറ്റില്ലത്. പ്രത്യേകിച്ച് നന്ദുവിന് ഇപ്പൊ ഉണ്ടായ അനുഭവം അതെനിക്ക് മറക്കാനും പറ്റില്ല. അതാര് ചെയ്തതാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിന്റെ പിന്നിൽ കളിച്ചത് അവളും അവളുടെ വീട്ടുകാരൊക്കെ തന്നെയാ.
നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയതും കെട്ടിയിട്ടതും ഒക്കെ. ഇനി അവളെ പോലെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരു പെണ്ണിന്റെ സാരി തുമ്പിൽ തൂങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല. അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്നോട് ഇതിൽ കൂടുതൽ ഒന്നും പറയരുത്. ഈ വീടിനകത്ത് കയറി വന്ന പെൺകുട്ടികളിൽ നന്മയും സ്നേഹവും മറ്റുള്ളവരുടെ വേദനയൊക്കെ തിരിച്ചറിയുന്ന ഒരാൾ മാത്രം. അത് വേറെ ആരുമല്ല, നയനടത്തിക്ക് മാത്രമേ അത് അറിയത്തുള്ളൂ. അനാമിക ഇങ്ങോട്ട് വരാത്തതിൽ എനിക്ക് ഒരു വിഷമവും ഇല്ല. പക്ഷെ ഏടത്തി വരാത്തതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. അത് എനിക്ക് മാത്രമല്ല, ഏട്ടനും ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് അതെല്ലാം മറച്ചു വെച്ചിട്ടാ ഏട്ടൻ ഇപ്പൊ എന്റെ മുമ്പിൽ നിൽക്കുന്നത്. ഏതായാലും ഇത്രയൊക്കെ നമ്മുടെ ദേവയാനി കേട്ടു കേട്ടോ. ഇത്രയൊക്കെ ദേവയാനി കേട്ടിട്ട് എന്താണ് വീണ്ടും ഈ നയനയെ പുകഴ്ത്തി പറയുന്നതും നയന ചെയ്ത കാര്യങ്ങളെ കുറിച്ച് പറയുന്നതും നയന ചെയ്തതുപോലെ വേറെ ആരും ചെയ്യില്ല എന്ന് പറയുന്നതൊക്കെ എന്താണെന്ന് അറിയില്ല നമ്മുടെ ദേവയാനിക്ക്. ദേവയാനി വീണ്ടും റൂമിലേക്ക് പോയി ഇങ്ങനെ ഓരോന്ന് ആലോചിക്കുകയാണ് കേട്ടോ. ഓരോന്ന് ആലോചിച്ച് കൂട്ടാണ്. ഏതായാലും ദേവയാനിയുടെ ഈ ഒരു മാറ്റം നമുക്ക് കഥ കാണുന്നതിനൊരു ഇൻട്രസ്റ്റും ഉണ്ട് കേട്ടോ. ഏതായാലും ഇങ്ങനെ മാറി എത്രയും പെട്ടെന്ന് നമ്മുടെ ദേവയാനി അറിയുമ്പോഴാണ് നമുക്കും ഒരു ഇൻട്രസ്റ്റ് വരുന്നത്, കഥ കാണാനുള്ള ഒരു ഇൻട്രസ്റ്റ്. അങ്ങനെ ദേവയാനി മനസ്സിൽ വിചാരിക്കുക, എങ്ങനെയെങ്കിലും ഈ സത്യം തിരിച്ചറിഞ്ഞേ പറ്റൂ എന്ന്. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ ഗോവിന്ദനെ കനകദുർഗയ. അങ്ങനെ ഗോവിന്ദൻ പറയാ, ഇനി നന്ദുവിനോട് പുറത്തേക്ക് ഇറങ്ങരുത് എന്ന് പറയണം. അപകടപ്പെടുത്താൻ ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. പോലീസിൽ കേസ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതികളാകുന്നത് ചിലപ്പോൾ നമ്മൾ തന്നെ ആയിരിക്കും. എത്ര സംഭവങ്ങൾ അതുപോലെ ഉണ്ടായിരിക്കുന്നു കനകം. അല്ല, ആദർശ് മോന്റെ അമ്മ വിഷം ഉള്ളിൽ ചെന്ന് ഹോസ്പിറ്റലിലായിട്ട് പോലും കുടുംബത്തിലെ പോലീസിനെ കയറ്റാൻ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് കേസാക്കാത്തവരാ അനന്തപുരി തറവാട്ടുകാര്. എന്തോരു ഭയത്തോടെ നമ്മളിപ്പോ ഓരോ ദിവസം തള്ളി നീക്കുന്നത്. എനിക്കാണെങ്കിൽ എല്ലാം കൂടെ ആലോചിച്ചിട്ട് തല പെരുക്കുക ഗോവിന്ദേട്ടാന്ന് പറയാണ്. അപ്പൊ ഈ ഒരു സമയത്താണ് നമ്മുടെ ആദർശ് നേരെ അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് വന്ന ഉടനെ തന്നെ നമ്മുടെ നയനെ ഇറങ്ങി വന്നു. അപ്പം ആദർശ് മെഡിസിൻ ആണെന്നും പറഞ്ഞുകൊണ്ട് മെഡിസിൻ കൊടുക്കുകയാണ്. എന്നിട്ട് ആദർശ് പറയും, ഇനി ഈ പിടിവാശി വേണോ നയനെ? അടുത്ത ഏതെങ്കിലും ഒരു ദിവസം നിനക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ? നിനക്ക് വേണ്ടി എല്ലാവരും അവിടെ കാത്തിരിക്കുക. അല്ല, ആരാ ആദർശേട്ടാ ഈ എല്ലാവരും? എന്റെ അമ്മായിയമ്മ ഞാൻ വരണമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. അങ്ങനെ വല്ല മാറ്റവും വന്നോ? അപ്പൊ നമ്മുടെ ഗോവിന്ദൻ പറഞ്ഞു, ഇപ്പോഴത്തെ സാഹചര്യത്തിലെ മോൾ ഇവിടെ കുറച്ചു ദിവസം കൂടെ നിൽക്കുന്നതല്ലേ നല്ലത്. എത്ര ദിവസം എന്ന് പറഞ്ഞ അച്ഛൻ ഇവിടെ നിൽക്കുന്നത്? ഇനിയിപ്പം അമ്മ ഒരിക്കലും ഇവളോട് മടങ്ങി വരാൻ പറഞ്ഞില്ലെങ്കിൽ ഇവള് എന്നും ഇവിടെ തന്നെ നിൽക്കുമോ? ആദർശേട്ടാ, ഞാൻ അങ്ങോട്ടേക്ക് വന്നിട്ട് എന്തിനാ വെറുതെ അമ്മയുടെ പ്രഷർ കൂട്ടുന്നത്? അതിന്റെ കാര്യമുണ്ടോ? അമ്മ എന്നെ വന്ന് വിളിച്ചാൽ മാത്രമേ എനിക്ക് ആ വീട്ടിൽ സ്വാതന്ത്ര്യത്തോടു കൂടി നിൽക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ എനിക്ക് അവിടെ നിൽക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ അമ്മയ്ക്കൊപ്പം നിന്ന് കുറ്റപ്പെടുത്താൻ ഒരുപാട് പേരുണ്ടാവുമല്ലോ അവിടെ. അത് നീ പറയുമ്പോഴും ഒരു കാര്യം നീ മനസ്സിലാക്കണം, നിന്റെ ചേച്ചി അവിടെ സപ്പോർട്ട് ചെയ്യാൻ അവളുടെ ഭർത്താവ് പോലും അവിടെ ഇല്ല. അബിക്ക് നവ്യയോട് ഒരു സ്നേഹവും ഇല്ലാന്ന് അവക്കും അറിയാം, നമുക്കും ഒക്കെ അറിയാം. എന്നിട്ട് നവ്യ അവിടെ പിടിച്ചു നിൽക്കുന്നില്ലേ? അല്ല ആദർശേട്ടാ, കുറച്ചു ദിവസം കൂടെ ഞാനിവിടെ മനസ്സമാധാനത്തോടെ നിൽക്കട്ടെ ആദർശേട്ടാ, എന്നിട്ട് ഞാൻ വരാം. ഇനി ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ നീ ഇല്ലാത്തത് കൊണ്ട് മനസ്സമാധാനം നഷ്ടപ്പെട്ടത് ആർക്കാന്നോ? എനിക്കാ. നീ ഇല്ലാത്തത് കൊണ്ട് എനിക്ക് എന്തോ ഒരു സമാധാനമായിട്ട് ഒരുപോലെ കണ്ണടയ്ക്കാൻ പോലും പറ്റുന്നില്ല. അനിയും മുത്തശ്ശനും മുത്തശ്ശിയും അച്ഛനും ഒക്കെ നീ അവിടെ വന്ന് നിൽക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ? അവരെയും കൂടെ നമ്മൾ സങ്കടപ്പെടുത്തുന്നത്. ഞാൻ ഇങ്ങോട്ട് പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പ് അനി എന്നോട് പറഞ്ഞു, ഏടത്തീനെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണം എന്ന്. അതൊക്കെ കേട്ടപ്പോഴേ സത്യത്തിൽ എനിക്ക് സങ്കടമാ തോന്നിയത്. അവനൊക്കെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അല്ല ആദർശേട്ടാ, ഞാൻ അവിടെ ഇല്ലാത്തതിന്റെ ആശ്വാസത്തില അമ്മ. അതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാൾക്ക് നല്ലത് തൽക്കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതാ. ഒരു പ്രശ്നം ഉണ്ടാകാതെ പോണെങ്കിൽ അതാ നല്ലത്. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ടേക്ക് വരണമെന്ന് ദയവ് ചെയ്ത് ആദർശേട്ടൻ പറയരുത്. എന്നാ പിന്നെ ഇനി ഞാൻ നിർബന്ധിക്കുന്നില്ല. നിനക്ക് അങ്ങോട്ടേക്ക് വരണമെന്ന് തോന്നുമ്പം വന്നാ മതി. അല്ല മോനെ, എന്തെങ്കിലും കഴിച്ചിട്ടും കുടിച്ചിട്ടും പോകാട്ടോ. ഹേയ് വേണ്ടമ്മേ, ഒന്നും വേണ്ട, എനിക്കിപ്പം കുറച്ച് തിരക്കുണ്ട്, ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് കേട്ടോ. ഏതായാലും വലിയ സങ്കടത്തോടു കൂടി തന്നെ നമ്മുടെ നയനയും ഉള്ളത്. അപ്പം ഗോവിന്ദൻ പറഞ്ഞു, മോന് വലിയ വിഷമമായെന്നാ തോന്നുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അച്ഛ ഇതിനേക്കാളും വലിയ വിഷമാവും. അമ്മയുടെയും എന്റെയും ഇടയിൽ കിടന്ന ആദർശേട്ടന് ഒരുപാട് ബുദ്ധിമുട്ടും അച്ഛ. അതൊന്ന് കാണാനും കേൾക്കാനും സഹിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് നയനയും അകത്തേക്ക് കയറി പോയിട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ജയനെയാണ്. നമ്മുടെ ജയന്റെ മുമ്പിലേക്ക് വീണ്ടും ദേവയാനി ചെല്ലുകയാണ്. ദേവയാനിക്ക് വീണ്ടും ഓരോ സംശയങ്ങളും പൊല്ലാപ്പുകളൊക്കെ. അങ്ങനെ നമ്മുടെ ദേവയാനി ജയന്റെ അടുത്തേക്ക് ചെന്നു. ജയന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറയാ, അത് പിന്നെ ഞാന് ഒരു സ്ഥലം വരെ പോവാ. എവിടെ പോവാ? അതെ, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മൾ ഒന്നിച്ചാ പോകുന്നത്. നമ്മൾ ഒന്നിച്ചോ? ഞാൻ ഓഫീസിലേക്ക് പോവാ. ആയിക്കോട്ടെ, അതിന് കുഴപ്പമില്ല. അതിനു മുമ്പ് മറ്റൊരിടത്ത് വരെ നമുക്ക് പോണം. എവിടെയാ പോകേണ്ടത്? അല്ല, നീ എന്താ ഈ പറയുന്നത്? അത് പിന്നെ വേറെ എങ്ങോട്ടേക്കും അല്ല, ആ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എന്നെ ഇന്ന് കൊണ്ടുപോയേ പറ്റൂ. എന്നെ സഹായിച്ച പെൺകുട്ടിയുടെ വീട്ടിൽ എനിക്ക് പോണം. അത് പിന്നെ നീ എന്തൊക്കെയാ ദേവയാ നീ വിളിച്ചു പറയുന്നത്? അങ്ങനെ ഒരു വീടില്ലേ? എന്താ അവളെ ആർക്കും കാണാൻ പറ്റില്ലേ? ഇനിയിപ്പോ ആ വീട്ടിലേക്ക് പോകുന്നതിനും എനിക്ക് വിലക്കാണോ?
അപ്പോഴത്തേക്ക് നമ്മുടെ മൂർത്തി വന്നിട്ട് എന്താ ഇവിടെ പ്രശ്നം? അത് പിന്നെ അച്ഛ, ഇയാളെ സഹായിച്ച പെൺകുട്ടിയെ കാണണമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുക. അത് പിന്നെ ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ അച്ഛ? അച്ഛനൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്നെ സഹായിച്ച ആ പെൺകുട്ടീനെ കാണാൻ ഇവിടെ ആരും അനുവദിക്കുന്നില്ല, സമ്മതിക്കുന്നില്ല. എന്നാൽ അവളുടെ വീടെങ്കിലും ഒന്ന് കണ്ടിരിക്കുന്നത് നല്ലതല്ലേ? ദേവയാനി, നിന്റെ അസുഖങ്ങളൊക്കെ മാറി വരിക എന്ന് വെച്ചിട്ട് പുറത്തിങ്ങനെ സഞ്ചരിക്കുന്നത് നല്ലതല്ല. അത് നീ മനസ്സിലാക്ക്. ഇപ്പൊ തന്നെ നീ അമ്പലത്തിലേക്കൊക്കെ പോകുന്നുണ്ട്. അതിനുള്ള സമയമൊന്നും ആയിട്ടില്ല. ആര് പറഞ്ഞു ആയിട്ടില്ല എന്ന്? അത്യാവശ്യം നടക്കാനും പുറത്തു പോകാന്നൊക്കെ എന്നോട് പറഞ്ഞതല്ലേ ഡോക്ടർ? അതുകൊണ്ടല്ലേ. അത് അത്യാവശ്യത്തിന് മാത്രല്ലേ ദേവയാനെ? അനാവശ്യത്തിന് പുറത്തിറങ്ങാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ അത്യാവശ്യത്തിന് ഇറങ്ങിയാ പോരെ. അപ്പൊ നമ്മുടെ ജയൻ പറഞ്ഞു, അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇന്ന് അർജന്റ് ആയിട്ടൊരു മീറ്റിംഗ് ഉണ്ട്. ഇപ്പൊ തന്നെ സമയം വൈകി, കണ്ടോ, സമയം ഇത്രയായി. അങ്ങനെയുള്ളപ്പം നിനക്കൊപ്പം ഞാൻ എങ്ങനെ വരും? ഇതിനകത്ത് എന്തോ കുഴപ്പമുണ്ട്, എനിക്കറിയാം. എല്ലാവരും മാറി മാറി എന്നിൽ നിന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നു. ഞാൻ അറിയാത്തതായി എന്തോ ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. അതെനിക്ക് നന്നായിട്ട് അറിയാം. അതെന്താണെങ്കിലും ഞാൻ കണ്ടുപിടിച്ചിരിക്കും എന്നിങ്ങനെ പറയുന്നു. ഈ ഒരു ഭാഗം കാണിച്ചിട്ടാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.